പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിലക്ക് വിഷയം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. കൃഷ്ണരാജ്, ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് സെന്റ് റീത്താസ് സ്കൂളിന്റെ മാനേജ്മെന്റ് നൽകിയിട്ടുള്ള ഈ ഹർജി പരിഗണിക്കുന്നത്. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് DDE ഇത് സംബന്ധിച്ചൊരു നോട്ടീസ്, അതായത് ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനിയെ പഠിക്കാൻ ക്ലാസ്സിൽ കയറ്റാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർക്ക് നൽകുന്നത്. ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൊട്ടു പിന്നാലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടൊരു ആവശ്യമായിട്ട് ഉന്നയിച്ചത് എത്രയും പെട്ടെന്ന് ഈ നോട്ടീസിൽ സ്റ്റേ വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് വിശദമായിട്ട് വാദം കേട്ടതിന് ശേഷം തീരുമാനം എടുക്കാമെന്നുള്ളൊരു നിലപാടായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്, അതായത് സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ വിശദീകരണം എന്ന് ഇന്നൊരു പക്ഷേ അറിയാൻ സാധിക്കും. കാരണം ഇന്ന് അത് സംബന്ധിച്ചുള്ള മറുപടി സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും സ്കൂൾ മാനേജ്മെന്റ് ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ഇറക്കാനായിട്ട് DDEക്ക് അധികാരമില്ല. അതായത് ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനിയെ ആ ക്ലാസ്സിൽ കയറ്റണമെന്ന് ആവശ്യപ്പെടാനായിട്ട് DDEക്ക് അധികാരമില്ല. ഈ നോട്ടീസ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കണം എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. ഈ ഹിജാബ് വിലക്ക് ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ നോട്ടീസിന് ഈ പറയുന്ന നോട്ടീസിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഹർജിയെ എതിർത്തുകൊണ്ട് ഒരു കക്ഷിയേറൽ അപേക്ഷ നേരത്തെ തന്നെ ഈ കുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷ കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. അത് ആവശ്യമെങ്കിൽ അത് അനുവദിക്കുകയോ അല്ലെങ്കിൽ അത് നിരാകരിക്കുകയോ ചെയ്യാം. എന്തായാലും അത് ഒരു വാദം കേട്ടതിന് ശേഷം തന്നെയായിരിക്കും ഹൈക്കോടതി അത്തരം ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ കടക്കുക. എന്തായാലും ഹിജാബ് വിവാദമൊക്കെ തന്നെ അവസാനിച്ചെങ്കിലും ഈ സ്കൂൾ മാനേജ്മെന്റിനോട് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനിയെ കയറ്റണമെന്നാവശ്യപ്പെട്ട DDEയുടെ ആ ഒരു രീതി അതൊരു പക്ഷേ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യും. അതുമാത്രമല്ല, ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ഹൈക്കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ പരാമർശങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ഏറെ പ്രസക്തമായിട്ട് വരും. എന്തായാലും ഈ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലെ പള്ളുരുത്തി സ്കൂള് സമീപിച്ചത്. അതിൽ വിശദമായിട്ട് വാദം കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. രേഷ്മ, മുൻപ് ഈ വിഷയം പരിഗണിക്കുമ്പോൾ, അതായത് സ്കൂളിൻ്റെ നിയമം എല്ലാവർക്കും ബാധകമാണ് എന്ന് കോടതി പറഞ്ഞിരുന്നുവല്ലോ. അതായത് 149ഓളം മുസ്ലിം വിദ്യാർത്ഥിനികൾ അവിടെ പഠിക്കുന്നുണ്ട്. മറ്റ് കുട്ടികളൊന്നും തന്നെ ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചു വരുന്നുമില്ല. അതുകൂടാതെ തന്നെ സ്കൂളിൻ്റെതായിട്ടുള്ള യൂണിഫോം ഉൾപ്പെടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, ഈ AEയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് DDE ഇത്തരമൊരു ഉത്തരവിറക്കിയത്. അതിൽ കൃത്യമായിട്ട് ഒരു പരിഹാര നടപടികൾ സ്കൂൾ മാനേജ്മെൻറ്റ് സ്വീകരിക്കണം, അത് DDE അറിയിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ DDE ഇത്തരത്തിൽ വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിച്ച് തന്നെ ക്ലാസ്സിൽ കയറ്റാനായിട്ടുള്ള നടപടികൾ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ശരിയാണോ എന്നത് സംബന്ധിച്ചുള്ള വാദഗതികൾ തന്നെയാണ് പള്ളുരുത്തി സ്കൂളിൻ്റെ വക്കീൽ, അതായത് അഭിഭാഷക, ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ തന്നെ അവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് മറ്റു കുട്ടികളൊക്കെ തന്നെ യൂണിഫോമും മറ്റ് മാനദണ്ഡങ്ങളും ഒക്കെ അത് അംഗീകരിച്ച് തന്നെയാണ് സ്കൂളിൽ പ്രവേശിക്കുന്നത്. അതുമാത്രമല്ല, സ്കൂളിൻ്റെ എല്ലാ നടപടികളും അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ കുട്ടിയോട് ഈ യൂണിഫോം സംബന്ധിച്ചുള്ള കാര്യത്തിൽ മാത്രമേ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കുട്ടിയെ പുറത്താക്കിയിട്ടൊന്നുമില്ല. ഇത് സംബന്ധിച്ചൊരു വാദഗതി തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. അതിനിടയിൽ ഹൈക്കോടതി നേരത്തെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് കുട്ടികൾ അതിൽ മുസ്ലിമോ അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള രീതിയില്ല, വിദ്യാർത്ഥിനികൾ മാത്രമാണെന്നുള്ള ഒരു പരാമർശവും നേരത്തെ ഹർജി പരിഗണിച്ച സമയത്ത് ജസ്റ്റിസ് VG അരുണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും വിദ്യാർത്ഥിനിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ കയറ്റണമെന്ന DDEയുടെ ആ നോട്ടീസ് അത് ക്രമവിരുദ്ധമാണ്, അതുകൂടാതെ തന്നെ നിയമവിരുദ്ധമാണ്. അത് ഏകപക്ഷീയമായിട്ട് തന്നെയാണ് അത്തരമൊരു നോട്ടീസ് ഇറക്കിയത്. അത് റദ്ദാക്കണമെന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം. കൃഷ്ണരാജ്, രേഷ്മ, ഒരുപക്ഷെ ഈ സ്കൂൾ അധികൃതർ തുടക്കം മുതൽ പറഞ്ഞ ഒരു കാര്യം, അതായത് സ്കൂൾ തുറന്ന് ഇത്ര നാളായിട്ടും ആവശ്യമില്ലാത്തത് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാകുന്നു, ഹിജാബ് ധരിച്ച് മതിയാകൂ എന്ന തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ എത്തി എന്നൊരു ചോദ്യം തുടക്കം മുതൽ PTA പ്രസിഡന്റ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
അത് മാത്രവുമല്ല, ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ കുട്ടി പ്രവേശിക്കുന്ന സമയത്ത് ഈ പ്രോസ്പെക്ടസിലെ എല്ലാ മാനദണ്ഡങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഈ സ്കൂൾ അധികൃതർ ഈ കുട്ടിയുടെ രക്ഷിതാക്കളോട് പറഞ്ഞതാണ്. അതനുസരിച്ച് തന്നെയാണ് കുട്ടി ആ സ്കൂളിൽ പ്രവേശിക്കുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളിലൊക്കെ തന്നെ വരികയും ചെയ്തത്. പെട്ടെന്നൊരു ദിവസമാണ് ഇത്തരത്തിൽ ഹിജാബ് ധരിച്ചു വന്നത്. അത് വന്നതിന് ശേഷം അതിൻ്റെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പാടില്ല, കാരണം ആ സ്കൂളിൻ്റെതായിട്ടുള്ള യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം ധരിച്ച് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം രക്ഷിതാവിനെ അറിയിക്കുകയായിരുന്നു. കുട്ടിയോട് കൂടുതലായിട്ട് സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമല്ല. തൊട്ട് പിന്നാലെയാണ് രക്ഷിതാവിനൊപ്പം തന്നെ കുറച്ച് SDPIക്കാർ സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു വരികയും ഈ ഒരു പ്രശ്നം സൃഷ്ടിക്കുകയൊക്കെ തന്നെ ചെയ്തത്. അതാണ് വലിയ രീതിയിൽ വിവാദമായത്. അതിനിടയിൽ തന്നെ മന്ത്രി ശിവൻകുട്ടി അടക്കം ഈ വിഷയം കത്തിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തു. അതായത് ആദ്യഘട്ടത്തിൽ സ്കൂളിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ച മന്ത്രി പിന്നീട് തൊട്ട് പിന്നാലെ SDPIക്കാരെ പേടിച്ചിട്ടാകണം ഒരുപക്ഷെ ഈ ഒരു ഹിജാബ് ധരിച്ചു വരുന്നതിനെ എതിർക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് മന്ത്രി ശിവൻകുട്ടി മലക്കമറിയുകയും ചെയ്തു. അത് പിന്നീട് വലിയ രീതിയിൽ വിവാദമായി സഭ അടക്കം അതിനെ എതിർക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് സ്കൂളിൻ്റെതായിട്ടുള്ള ചില അച്ചടക്കമുണ്ട്, ചില മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് മാത്രമേ സാധാരണ രീതിയിൽ എപ്പോഴും എല്ലാ കുട്ടികളെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിന് വിരുദ്ധമായിട്ട്, അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. വിദ്യാഭ്യാസ ഉപഡയറക്ടർ അത്തരമൊരു നിർദ്ദേശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനത്തെയും താളം തെറ്റിക്കും, ബാധിക്കും. ഇത് തന്നെയാണ് വാദഗതി എന്നുള്ള രീതിയിൽ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിന്റെ അഭിഭാഷക ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതുവരെ. കൃഷ്ണരാജ്. ശരി, പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിലക്ക് ഇന്ന് ഹൈക്കോടതിയിൽ എത്തുകയാണ്. സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. വീണ്ടും ഇടവേള.